ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഏകദേശം ഒരു 6-8 കൊല്ലമായിട്ടെങ്കിലും ടെസ്ല ഇന്ത്യയിലേക്ക് വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷമാണ് ടെസ്ല ശരിക്കും ഇന്ത്യയിൽ ഒഫീഷ്യലി വരുന്നത്. ആൻഡ് മോഡൽ വൈ ആയിട്ടാണ് വരുന്നത്. നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് മോഡൽ, ഫേസ് ലിഫ്റ്റഡ് മോഡലൊക്കെയാണ് അവർ ഇന്ത്യയിൽ ഇറക്കിയത്. പക്ഷേ അത്രയും ലേറ്റായിട്ട് ഇറക്കിയതുകൊണ്ടും കുറച്ചധികം ഹൈ പ്രൈസ് പോയിന്റ് ഇറക്കിയതുകൊണ്ടും അങ്ങനെ അധികം ആൾക്കാർക്കൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. മന്ത്ലി സെയിൽസ് ആണെങ്കിലും മിക്കവാറും ഒക്കെ 50-ന് താഴേക്ക് ആയിട്ടാണ് ഇതിന് കിട്ടിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു വ്യത്യാസം വരുത്താനാണോ അതോ എന്തിനാണെന്നറിയില്ല, അവർ ചൈനയിലുള്ള നമ്മുടെ ടെസ്ല മോഡൽ വൈ എൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോങ് വീൽ ബേസ് മോഡൽ ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ വാല്യൂ ഫോർ മണിയാണ്, കുറച്ചും കൂടെ പ്രീമിയം ആണ്, കുറച്ചും കൂടെ സൈസ് കൂടുതലുണ്ട്. അങ്ങനെ കുറച്ചധികം അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും എക്സ്റ്റീരിയർ ഡിസൈൻ്റെ കാര്യത്തിൽ ആസ് സച്ച് എടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. LED DRLs, കണക്റ്റഡ് DRLs, LED ലൈറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഉണ്ട്. ഫ്രണ്ടിൽ കാണുമ്പോൾ ഒന്നും അങ്ങനെ വലിയ വ്യത്യാസം പറയാനില്ല. ഇനി സൈഡ് പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഓവറോൾ ഡയമെൻഷൻസിൽ നല്ല വ്യത്യാസമുണ്ട്. 179 mm ലെങ്ത് കൂടിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് 5 മീറ്റർ ലെങ്ത് ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്ക് 4969 mm. വിഡ്ത്ത് ഓൾമോസ്റ്റ് സെയിം ആണ്, 1982 mm ആണ് വരുന്നത്. ഹൈറ്റ് 44 mm കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീൽ ബേസ് 150 mm കൂടിയിട്ടുണ്ട്. 3040 mm ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. സോ ഓവറോൾ നമുക്ക് കാണുന്ന സമയത്ത് അധികം തോന്നില്ലെങ്കിലും ശരിക്കും ഡയമെൻഷൻസിൽ വ്യത്യാസമുണ്ട്. ഈ വണ്ടി പിന്നെ കാണുമ്പോഴേ ഭയങ്കര സിമ്പിൾ ആയതൊരു ഡയമെൻഷൻ കൂടിയോ കുറഞ്ഞോ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാവില്ല. എനിവേ ഈ എൽ എന്ന് പറഞ്ഞ മോഡൽ അലോയ് വീൽസിന് ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സൈസ് വ്യത്യാസമൊന്നുമില്ല, 19 ഇഞ്ച് തന്നെയാണെന്ന് തോന്നുന്നു. ഇത് 19 ഇഞ്ച് വീൽസാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത്. പക്ഷേ ഡിസൈൻ അവർ കുറച്ചും കൂടെ വിയേർഡ് ആക്കിയിട്ടുണ്ട്. എല്ലാ വണ്ടികളുടെ അലോയ്സ് ഇപ്പോൾ എയറോ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് ആദ്യം വിയേർഡായിരുന്നെങ്കിൽ ഇപ്പോൾ ഭയങ്കര വിയേർഡാണ്. അങ്ങനെയാണല്ലോ ആക്കി വെച്ചിരിക്കുന്നത്. എനിവേ ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇനി റിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ളൊരു വ്യത്യാസമില്ല. മൊത്തത്തിൽ നമ്മുടെ ഒരു ഫേസ് ലിഫ്റ്റഡ് ടെസ്ല മോഡൽ വേറെ ഡിസൈൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ വണ്ടി ഇൻ്റർനാഷണലി അവർ ചൈനയിലല്ലാതെ തന്നെ ഓസ്ട്രേലിയയിലൊക്കെ വിൽക്കുന്നുണ്ട്. ചൈനയിൽ അവരുടെ ഷാങ്ഹായ് പ്ലാന്റിലാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ വരുന്നത്. അവിടുന്ന് ഒരു ഡയറക്റ്റ് ഇമ്പോർട്ട്, അതായത് CBO ആയിട്ടാണ് അവർ ഈ വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. സോ മെയ്ഡ് ഇൻ ചൈന വണ്ടിയാണിത്. ഇനി ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള നേരത്തെ പോലത്തെ ഒരു അപ്രോച്ച് തന്നെയാണ് മൊത്തത്തിൽ കിട്ടുന്നത്. ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇൻഫോർടൈൻമെൻറ്റ് സ്ക്രീനിൻ്റെ സൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. നേരത്തെ 15.4 ഇഞ്ച് സ്ക്രീനായിരുന്നു, ഇപ്പോൾ 16 ഇഞ്ച് സ്ക്രീനാണ്. UI-ലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് അങ്ങനെ. പിന്നെ 8 ക്യാമറാസ് നമുക്ക് പുറത്ത് കിട്ടുന്നുണ്ട്. എഡാസ് ഉണ്ട്, ഓട്ടോ പൈലറ്റ് ഇൻ്റർനാഷണലി ഉണ്ട്. ഇവിടെ അവരത് ഓണാക്കിയിട്ടില്ല. നമുക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനുള്ള ഇന്ത്യയിൽ അതിനുള്ള അപ്രൂവൽ ഇല്ല. പിന്നെ സീറ്റ്സ് നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്, ഹീറ്റഡ് ആണ്, വെന്റിലേറ്റഡ് ആണ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഫീച്ചേഴ്സ് ഒക്കെ തന്നെ അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 18 സ്പീക്കർ സിസ്റ്റം, ഒരു സബ് വൂഫറും കിട്ടുന്നുണ്ട്. നേരത്തെ ഒരു 9 സ്പീക്കർ ഓഡിയോ സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ സീറ്റിംഗ് കപ്പാസിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് 2+2+2 സീറ്റിംഗ് കൺഫിഗറേഷനാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെയും അതായത് സെക്കൻഡ് റോയും ഫസ്റ്റ് റോയും സീറ്റ്സ് അത്യാവശ്യം സ്പോർട്ടി ആയിട്ടുള്ളൊരു കൺഫിഗറേഷനിലാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇപ്പോൾ കാണുന്ന ബ്ലാക്ക് സീറ്റ്സ് ആണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് ആക്കാൻ, ഗ്രേ ആക്കാൻ, ഇങ്ങനെ മറ്റേ കളേഴ്സ് 2 ഇതിനകത്ത് ഒരു ഓപ്ഷനായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ 95,000 എക്സ്ട്രാ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും. ഈവൻ എക്സ്റ്റീരിയർ കളർ കോമ്പിനേഷൻസും നമുക്ക് 6 കളർ കോമ്പിനേഷൻസ് ഉണ്ട്. പക്ഷേ 95,000, 1.25 ലക്ഷം, 1,80,000 അങ്ങനെയൊക്കെ വെച്ച് എക്സ്ട്രാ പ്രൈസ് വരും നമ്മൾ ഇത് അപ്ഗ്രേഡ്, അതായത് കളേഴ്സ് മാറ്റുകയാണെങ്കിൽ. എന്തായാലും സെക്കൻഡ് റോ എക്സ്പീരിയൻസ് ആണല്ലോ ഈ വാഹനത്തിൻ്റെ മെയിൻ. നമുക്കിവിടെ ഒരു സെക്കൻഡ് റോ എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലുള്ളതുപോലെ തന്നെ ബക്കറ്റ് സീറ്റ്സ് ആണ് കിട്ടുന്നത്. ആൻഡ് കാണുമ്പോൾ അത്യാവശ്യം നല്ല സ്പോർട്ടി ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ്. ഈ വണ്ടി വേണമെങ്കിൽ ഒരു ഷാഫർ സർവീസ് പോലെയൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് പറയാം. ഇതിൻ്റെ നടുവിൽ ആ ഒരു സെൻറ്റർ ആംറസ്റ്റ് ആണ്. അതിൻ്റെ ഡിസൈൻ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേർഡായിട്ട് തോന്നുമായിരിക്കും. പക്ഷേ അത് ഇലക്ട്രിക്കലി റിട്രാക്ട് ചെയ്ത് വരുന്ന ടൈപ്പാണ്. നമ്മൾ യൂസ് ചെയ്യാത്ത സമയത്ത് നേരെ താഴത്തോട്ട് പോകും ആൻഡ് വളരെ നീറ്റായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിൽ കൊടുത്തിരിക്കുന്നത്. ക്യാപ്റ്റൻ സീറ്റ്സ് ആണ്. നമുക്ക് പൊതുവേ ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇങ്ങനെ ക്യാപ്റ്റൻ സീറ്റ്സ് കിട്ടാത്തതാണ്. അല്ലെ പിന്നെ MPVസിലോട്ട് പോകണം. ഇത് പിന്നെ ഒരു കൂപ്പ് SUV എന്നുള്ള രീതിയിലാണല്ലോ പറയപ്പെടുന്നത്. പിന്നെ നമുക്ക് നേരത്തെ വണ്ടിയിൽ ഇല്ലാതിരുന്ന ഒരു സെൻറ്റർ ഡിസ്പ്ലേ ബാക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സൈസ് വരുന്നത്. നമുക്ക് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ബാക്കിലത്തെ സീറ്റ് കൺട്രോൾസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ സാധനങ്ങളുടെയും കൺട്രോൾസ് ഇതിൻ്റെ അകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അഗൈൻ അതൊരു അപ്ഡേറ്റ് ആണ്. ഇതൊന്നും അല്ലാതെ പാനോറാമിക് ഗ്ലാസ് റൂഫ് ആയിക്കോട്ടെ, പിന്നെ അത്യാവശ്യം നല്ലൊരു ഏറിയ ആയിട്ടുള്ള ക്യാബിൻ ഫീൽ ആയിക്കോട്ടെ. ബാക്കിൽ നമുക്ക് എക്സ്ട്രാ കോട്ട ഗ്ലാസ് അതിനകത്ത് കിട്ടുന്നുണ്ട്. 7 സീറ്റർ 6 സീറ്റർ ആയതുകൊണ്ട് തന്നെ. ഇനി തേർഡ് റോയിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അത് കൈൻഡ് ഓഫ് കുറച്ച് കോംപ്രമൈസ്ഡ് ആണെന്ന് വേണേൽ പറയാം. കാരണം ഇതിന് കൂപ്പയിലേക്ക് മറ്റേ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ ഉള്ളതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കില്ല. നമ്മുടെ തലയുടെ ഡയറക്റ്റ് മുകളിലാണ് ബാക്കിലത്തെ വിൻഷീൽഡ് വരുന്നത്. ആൻഡ് ഇവിടെ കപ്പ് ഹോൾഡേഴ്സ്, AC വെൻസ് അതൊക്കെ ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ആദ്യത്തെ 2 റോ പോലെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാപ്റ്റൻ സീറ്റ്സ് ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. കുറച്ചും കൂടെ വീതി കുറഞ്ഞ സീറ്റാണ്. പക്ഷേ അഗൈൻ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. ഒരു സെക്കൻഡ് റോ കംഫർട്ടാണ് ഇതിനകത്ത് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് എന്ന് മാത്രം. എന്തായാലും ഓവറോൾ സ്പേസ് ഒക്കെ ഈ വാഹനത്തിന് ഇത്രയും സൈസ് ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ലതാണ്. മൊത്തത്തിൽ ഭയങ്കര ക്രാംഡ് ആയിട്ടുള്ള സീറ്റിംഗ് എക്സ്പീരിയൻസ് അല്ല. പിന്നെ നിങ്ങൾ ഈ ഒരു വൈറ്റ് ഇൻറ്റീരിയേഴ്സ് ഉള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നല്ലൊരു എയറി ക്യാബിനും കിട്ടും. എല്ലായിടത്തും ഗ്ലാസ് ഉണ്ടല്ലോ, അപ്പോൾ പിന്നെ അതിനും വേറെ കുറവൊന്നുമില്ല.
ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിൽ ഈ വണ്ടിക്ക് എന്തൊക്കെയോ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് കറക്റ്റ് ബാറ്ററി സൈസ് വരെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഓസ്ട്രേലിയയിൽ സെയിം സ്പെക്ക് വണ്ടി വരുന്നതിൽ 88.2 kWh ബാറ്ററി പാക്കാണ്. നമുക്കിവിടെ അവർ നേരത്തെ ലോഞ്ച് ചെയ്ത ടെസ്ല മോഡൽ വൈ എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 84 kWh ബാറ്ററി പാക്കാണ്. സോ ഇതിൻ്റെ ഇത്തിരി കൂടെ ബാറ്ററി പാക്കിന് സൈസ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്ലെയിംഡ് റേഞ്ചും ഏകദേശം 20 കിലോമീറ്റർ മുകളിലേക്ക് പോയിട്ടുണ്ട്. അത് ഞാൻ വൈകാതെ കാണിച്ചു തരാം. ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി ഓൾ വീൽ ഡ്രൈവ് ആണ്. നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി റിയർ വീൽ ഡ്രൈവ് ആണ്. അതിന് റേഞ്ച് കുറവാണ്, അതിന് പവറും കുറവാണ്. പക്ഷെ എന്നാലും അതിന് ഏകദേശം 6 ലക്ഷം രൂപ പ്രൈസും കൂടുതലാണ്. എന്ത് ലോജിക്കാണ് ഇവരിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല. ഇൻഫാക്ട് ഇതിനകത്ത് ഫീച്ചേഴ്സും കൂടുതലാണ്. നമുക്ക് സീറ്റ് എക്സ്ട്രാ 2 കിട്ടുന്നുണ്ട്, നടുവിൽ ക്യാപ്റ്റൻ സീറ്റ്സും കിട്ടുന്നുണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടി കുറച്ച് വാല്യൂ ഫോണിയായിട്ട് പറയേണ്ടി വരും. നോർമൽ വണ്ടിയുടെ പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് നമുക്ക് മീഡിയം റേഞ്ച് വണ്ടി വരുന്ന പ്രീമിയം വേരിയൻ്റ് തന്നെ റിയർ വീൽ ഡ്രൈവ് 59.89 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ്. നേരത്തെ ഉണ്ടായിരുന്ന ലോങ് റേഞ്ച് റിയർ വീൽ ഡ്രൈവ് പ്രീമിയം വേരിയൻ്റ് എക്സ്ഷോറൂം പ്രൈസ് 67.89 lakhs ആയിരുന്നു. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന പുതിയ വണ്ടി ഓൾ വീൽ ഡ്രൈവ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്ന 61.99 lakhs ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏകദേശം 6 ലക്ഷം രൂപ എക്സ്ഷോറൂം പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി WLTP ക്ലെയിം റേഞ്ച് എടുക്കുകയാണെങ്കിൽ മീഡിയം റേഞ്ച് ഉള്ള മോഡൽ 500 കിലോമീറ്റേഴ്സാണ് WLTP ക്ലെയിം റേഞ്ച് വരുന്നത്. ഇനി നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന റിയർ വീൽ ഡ്രൈവ് അതായത് നോർമൽ മോഡൽ വൈയിൽ 661 കിലോമീറ്റേഴ്സാണ് ക്ലെയിം റേഞ്ച്. ഇപ്പോൾ വരുന്ന നമ്മുടെ മോഡൽ വൈ എല്ലിൽ 681 കിലോമീറ്റേഴ്സാണ് ക്ലെയിം റേഞ്ച്. അതുപോലെ 0 to 100 ക്ലെയിം ഫിഗേഴ്സ് ഒക്കെ നോക്കാം. 5.9 seconds ആണ് മീഡിയം റേഞ്ച്, 5.6 seconds ആണ് നോർമൽ റിയർ വീൽ ഡ്രൈവ് വണ്ടിക്ക് വരുന്നത്. നമ്മുടെ ഈ മോഡൽ എല്ലിന് മോഡൽ വൈ എല്ലിന് വരുന്ന 5 seconds ആണ് 0 to 100 ക്ലെയിം റേഞ്ച്. ഓൾ വീൽ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി പവറും കുറച്ച് കൂടുതലുണ്ട്. 514 bhp 590 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. പിന്നെ സൂപ്പർ ചാർജറിൽ ടെസ്ലയുടെ സൂപ്പർ ചാർജറിൽ 15 മിനിറ്റ് ചാർജ് ചെയ്യുകയാണെങ്കിലുള്ള ടൈമിങ്സ് നമുക്കിവിടെ കാണാം. നോർമൽ മോഡലാണെങ്കിൽ 238 കിലോമീറ്റേഴ്സ് ആണ് 15 മിനിറ്റിൽ ചാർജ് ആവുക. നമുക്കിവിടെ നേരത്തെ ഉണ്ടായിരുന്ന ടോപ്പ് എൻഡ് ആണെങ്കിൽ 267 കിലോമീറ്റേഴ്സും ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ മോഡൽ വൈ എല്ലിൽ 288 കിലോമീറ്റേഴ്സും ആണ് 15 മിനിറ്റിൽ ചാർജ് ആവുന്നത്. സോ ഇത്രയൊക്കെ പ്ലസ് പോയിന്റ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിന് എക്സ്ട്രാ വരുന്നുണ്ട്, അതും കുറഞ്ഞ ചിലവിൽ. അതൊക്കെയാണ് ഈ വാഹനത്തിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിർത്തുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ ഈ വണ്ടി ഇപ്പോഴും നമ്മുടെ ടെസ്ലയുടെ തന്നെ കോമ്പറ്റീഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേ കുറച്ചും കൂടെ ചീപ്പ് ഓർ അഫോർഡബിൾ ആയെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതേസമയം BYDയുടെ സീലൈൻ സൈൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റിയർ വീൽ ഡ്രൈവ് മോഡൽ 50 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ്, ഓൾ വീൽ ഡ്രൈവ് 55 lakhs ആണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. സോ അത്രയൊന്നും അഫോർഡബിൾ ആയിട്ട് ഈ വണ്ടി ഇപ്പോഴും എത്തിയിട്ടില്ല. ആൻഡ് അതിൻ്റെ അകത്ത് കമ്പാരിറ്റീവ്ലി നമുക്ക് കുറച്ചും കൂടെ ഫീച്ചേഴ്സും കൂടുതലാണെന്ന് ഒരു പരിധി വരെ പറയാം. ഇതിനേക്കാൾ ഇത്തിരി കൂടെ ഫാസ്റ്റ് ആണ്. 4.5 seconds ആണ് 0 to 100 ക്ലെയിംഡ് ഫിഗേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ റേഞ്ച് ആണെങ്കിലും റേഞ്ചൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. ഇതിന് ഇത്തിരി ബാറ്ററി സൈസ് കൂടുതലുണ്ട്. സോ ഒന്നെങ്കിൽ ഓൾമോസ്റ്റ് സെയിം, അല്ലെങ്കിൽ ഈ ടെസ്ലയ്ക്ക് ഇച്ചിരി കൂടെ കൂടുതൽ കിട്ടാനാണ് ചാൻസ് ഉള്ളത്. പക്ഷെ അത് നമ്മളെ അധികം ബാധിക്കില്ല. ഒരു മാക്സിമം പോയി 50 കിലോമീറ്റർ കൂടുതൽ വരുമായിരിക്കും. ഈ വണ്ടിയിൽ 7 ലക്ഷം രൂപ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാലുള്ളൊരു പ്ലസ് പോയിന്റ് നമുക്ക് കിട്ടുന്നത് ആ ഒരു എക്സ്ട്രാ ക്യാപ്റ്റൻ സീറ്റ്സ് ആണ് സെക്കൻഡ് റോയിൽ. അതെന്തായാലും BYDയിലില്ല. പക്ഷേ ഓവറോൾ ഒരു വാല്യൂ ഫോർ മണി പാക്കേജൊക്കെ നോക്കുകയാണെങ്കിൽ ആൻഡ് പിന്നെ സർവീസ് സെൻറ്റേഴ്സിൻ്റെ അവൈലബിലിറ്റി അതൊക്കെ BYDക്ക് ഇപ്പോൾ നമുക്ക് കേരളത്തിൽ കൊച്ചിയിലുണ്ട്. ആൻഡ് അങ്ങനെ അത്യാവശ്യം നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നൊരു കമ്പനിയാണ്. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ട്രസ്റ്റും ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഇപ്പോൾ അവർ വരാൻ തുടങ്ങിയിട്ട് വണ്ടികൾ വിൽക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലത്തിന് മുകളിലായി. അവർ ഇഷ്ടംപോലെ വണ്ടികൾ ഇറക്കുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ ആ ഒരു പ്രൈസ് പോയിന്റ് ആൾക്കാർ വണ്ടികൾ നോക്കുന്നുണ്ടെങ്കിൽ ആക്ച്വലി BYD കൺസിഡറും ചെയ്യുന്നുണ്ട്. പണ്ട് അവർക്ക് വാങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തായാലും നല്ല ഓപ്ഷനാണ്. പ്രത്യേകിച്ച് പിന്നെ കിയയുടെ EV6 ഒക്കെയാണ് വേറെ ഓൾട്ടർനേറ്റീവ് ഉള്ളത്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ BYD നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് ഇത്തിരി കൂടെ ബെറ്റർ ആയിട്ട് തോന്നും. എന്തായാലും എന്താണ് നിങ്ങൾക്ക് ടെസ്ല മോഡൽ വൈ എല്ലിനെ പറ്റി പറയാനുള്ളത് താഴെ കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളിതായിരിക്കും പ്രിഫർ ചെയ്യുന്നത് അതോ BYDയുടെ വണ്ടികളായിരിക്കും? ഓർ ഹ്യുണ്ടായി ഐനിക് 5ഉം EV6 ഉണ്ട്. അതിപ്പോൾ നിലവിൽ അവർ EV6 വിൽക്കുന്നുണ്ട് നല്ല 20 ലക്ഷം രൂപ ഡിസ്കൗണ്ടിലൊക്കെ. ഐനിക് 5 നിർത്തിയെന്നാണ് കേട്ടത്. എനിവേ നിങ്ങളുടെ അഭിപ്രായം കമൻസിൽ പറഞ്ഞേക്കാം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസ് ക്ലീൻ പ്രോഡക്ട്സ് ആണെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.